സങ്കടം തോന്നുന്നുണ്ട്. 2021 മുതൽ 26 വരെയായ ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും സാക്ഷിയാണല്ലോ. നിങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ സാക്ഷിയാണല്ലോ. ഒരു ധനകാര്യമന്ത്രിയായി ഇരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇങ്ങനെയാണോ വരേണ്ടത്? വെല്ലുവിളിക്കുന്നു. എന്ത് കാര്യം ചെയ്തു ഈ 5 വർഷമായിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറയണം. ചെട്ടിയാരരികത്ത് പാലത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടോ? ലജ്ജയില്ലേ എന്ന് നോക്കിയേ. ഇവിടുത്തെ ചാനലുകളിൽ മുഴുവൻ കഴിഞ്ഞ തവണ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ചെട്ടിയാരരികത്ത് പാലത്തിന് 10.46 കോടി രൂപ അന്ന് സുധാകരൻ മിനിസ്റ്റർ ഇരുന്നപ്പോൾ പോയി ഇടപെട്ട് വാങ്ങിച്ചു. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് മറ്റൊരു RIDF ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MP രശ്മി അടക്കം ഇവിടെയുണ്ട് ജില്ലാ പഞ്ചായത്തിലിരിക്കുമ്പോൾ അതുവഴി ഒരു വലിയ പരിശ്രമവും മണ്ണ് ടെസ്റ്റും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ അതിൽ ഫണ്ട് വരാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ വീണ്ടും തുടർന്ന് വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കിഫ്ബി പദ്ധതികൾ വന്നപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പാലം പൂർത്തീകരിച്ചതല്ലേ. ചെറിയൊരു മിനുക്കുപണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡ് വന്നില്ലായിരുന്നെങ്കിലും, അന്ന് പെരുമാറ്റച്ചട്ടം വന്നില്ലായിരുന്നെങ്കിലും അന്ന് അത് ഉദ്ഘാടനം ചെയ്യില്ലേ. ഇപ്പം അതൊരു വലിയ മേനി നടിച്ച് ഇനി ഓരോന്നോരോന്ന് എണ്ണി പറയും. എൻ്റെ മനസ്സിൽ 1 മുതൽ അവസാനം വരെ ചെയ്തിട്ടുള്ളതുണ്ട്. ഇത് വെറുതെ അല്ല, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഞാൻ അക്കാഡമിക് ജീനിയസ് ഒന്നുമല്ല. ഞാൻ നിയമബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ളൊരു ചെറിയ ആളാണ്. അദ്ദേഹവും അത് തന്നെയായിരിക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും നല്ല ഇടപെടലിലൂടെ ഏത് അധികാരം വന്നാലും സമയബന്ധിതമായിട്ട് മനുഷ്യന് നാട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിക്കണം. എനിക്കിപ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട് ഇവിടെ മുതുകാടിൻ്റെ വലിയ മാജിക് വല്ലതും നടക്കുന്നുണ്ടോ എന്ന്. എന്തെന്നറിയോ, നേരത്തെ ആരോ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇവിടെ ബസ് സ്റ്റാൻഡ് വരുന്നു എന്ന്. ഇവിടുത്തെ ഒരു കൗൺസിലറുടെ ഉൾപ്പെടെ ഉള്ള വീഡിയോ നിങ്ങളൊന്ന് നോക്കിക്കോ. ഇവിടുത്തെ മീഡിയയിൽ കൂടെ വരുന്നുണ്ട്, കാണുന്നുണ്ട്. ഞാനും വിചാരിച്ചടാ ഈ ഒരു 1-2 മാസം കൊണ്ട് എങ്ങനെയാണ് എയർപോർട്ട് പോലെ ഒരു ബസ് സ്റ്റാൻഡ് ആക്കുകയെന്ന്. പിന്നെ ഇന്നലത്തെ ബഡ്ജറ്റിൽ ഞാൻ കണ്ടിരുന്നു, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്രോൺ പാർക്കും ഹെലിപ്പാഡും ഒക്കെ വരും. നല്ല കാര്യമാണ്. പക്ഷെ അതോടൊപ്പം കഠിനാധ്വാനം ചെയ്ത 90 കോടി രൂപ ഇവിടുത്തെ താലൂക്ക് ആശുപത്രിക്ക് അനുവദിപ്പിച്ചത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ശൈലജ ടീച്ചറിനെയും അന്നത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എല്ലാം പോയി കണ്ട് മുനിസിപ്പാലിറ്റി കൊടുത്ത് തള്ളിയപ്പം ഞാൻ വേറെ തയ്യാറാക്കി കൊണ്ടുപോയി അവിടെ കൊടുത്ത് MLA ക്വാർട്ടേഴ്സിൽ 3 മണിക്കൂറിലധികം KSEBയുടെ എഞ്ചിനീയറോട് സംസാരിച്ച് ഡിസൈൻ കറക്റ്റ് ആക്കിയിട്ടാണ് ആ താലൂക്ക് ആശുപത്രി ബ്രിട്ടീഷ് മോഡലിലാക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ആ ഓർഡർ എടുത്ത് നോക്കിയോ, അന്ന് മാധ്യമങ്ങൾക്ക് ഞാൻ കൊടുത്തതാണ്. ആ തീർന്നത് ഉദ്ഘാടനം ചെയ്തു. ബാക്കി അവിടെ പൊളിച്ചിട്ടേക്കുവാണേ. ഈ ഹെലിപ്പാഡ് വരുമ്പോൾ ബാക്കിയുള്ള വലിയ മാജിക്കുകളെല്ലാം വന്ന് ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ദാ വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ആവേശഭരിതരാക്കുമ്പോൾ കണ്ണീരോടെ കുറേ രോഗികൾ അവിടെ വരുന്നുണ്ടെന്നുള്ളത് മറക്കരുത്. ഒരുപാട് പേരുടെ പ്രയാസങ്ങളുണ്ട്. അതിന് ആശ്വാസകരമായിട്ടുള്ള നടപടി ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇലക്ഷൻ വരുമ്പോഴല്ല മനുഷ്യരോട് സ്നേഹം കാണിക്കേണ്ടത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയണം. കഷ്ടപ്പാടുള്ളവൻ വന്നാൽ എത്ര തിരക്കാണെങ്കിലും ഒരു 2 മിനിറ്റ് അവർക്ക് വേണ്ടി പറയണം. എന്നാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വാചകങ്ങളല്ലാതെ പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ട് ഏറ്റവും വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനും മനുഷ്യനെ ഒന്നായി കാണാനുമുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് ഏറ്റവും സ്നേഹത്തോടെ മുഴുവൻ പേരോടും അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്.